ഹലോ വെൽക്കം ടു മൈ ചാനൽ. സോ അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടൊരു സാധനം പിടിച്ചാലോ. എനിക്ക് ബ്രൗണി ഇഷ്ടമാണോ, അപ്പോൾ കുക്കി എന്തായാലും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തൊരു സാധനം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് ഗ്രാനുലേറ്റഡ് ഷുഗർ ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ ഷുഗർ 1 കപ്പ് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ബട്ടറിൻ്റെ ഹാഫ് മെൽറ്റ് ചെയ്തെടുക്കാം. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് അതൊന്ന് ഷുഗറും 2 ഷുഗറും കൂടെ ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ ബീറ്റ് ചെയ്ത് വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാം കേട്ടോ. എന്തായാലും നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടാം. ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ടേ ഇരിക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നല്ല ബീറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അത് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, എല്ലാം കൂടി ഇട്ട് കൊടുക്കില്ല. എന്നിട്ട് സ്പാച്ചില വെച്ചിട്ട് നമുക്ക് നല്ലപോലെ കണ്ടില്ലേ, ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ഇളക്കണം. കുറച്ച് നേരത്തെ പണി തന്നെയാണ്. നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അത് ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയി. അപ്പം സാരമില്ല, നമുക്കിപ്പോൾ ഇട്ടാൽ മതി. ഓക്കെ. അപ്പം നമ്മൾ ഈ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇതിൽ നിന്ന് കുറച്ചുകൂടെ പൊടിയിട്ട് നമ്മൾ കുക്കിയാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റിൽ. അപ്പോൾ കുക്കിയുടെ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നിടം വരെ നമ്മൾ പൊടിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് കഷ്ടപ്പെട്ടാലും ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇളക്കി കണ്ടില്ലേ, എൻ്റെ സ്പാച്ചില വരെ ഒടിഞ്ഞുപോയി. അത്ര ഇളക്കാണ് ഇളക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം ഇളക്കാൻ. എന്നിട്ട് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓക്കെ. ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി എന്നിട്ട് നമുക്കൊരു അടുത്തൊരു ബോൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 1/4 കപ്പ് തന്നെ പഞ്ചസാരയും കൂടെ നോർമൽ ഗ്രാനുലേറ്റഡ് ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ട് 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 മുട്ടയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊരു കുറച്ചുകൂടെ ബട്ടർ എടുത്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് മെൽറ്റ് ചെയ്തതിനകത്തോട്ട് ആവശ്യത്തിന്, അതായത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തിക്ക് പ്ലസ് കൺസിസ്റ്റൻസി, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കൊക്കോ പൗഡർ കിട്ടാനായിട്ട്. എന്നിട്ട് ഞാൻ ഒരു ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ബീറ്റ് ചെയ്തില്ലായിരുന്നു മുട്ടയിട്ട്, അപ്പോൾ അതിനകത്തേക്ക് അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ വീണ്ടും. നമുക്കിതിലേക്ക് ഇനി 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാവേ. മൈദ ഇട്ട് കൊടുത്ത് ഇതും ഇതിപ്പോൾ ബ്രൗണി അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ബ്രൗണിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുത്തണേ. അപ്പോൾ മൈദ ഇട്ട് കൊടുത്ത് പതിയെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. വിസ്ക് കൊണ്ട് ഞാൻ പതുക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണേ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ ഇരിക്കാനായിട്ട്. അതിനകത്തേക്ക് ഒരു 3 to 4 ഡ്രോപ്പ് വനില എസൻസ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ പോകാനായിട്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ബ്രൗണീൻ്റെ ഒരു ലെയർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജ് മാറ്റി വെച്ചിരുന്നില്ലായിരുന്നു കുക്കിയുടെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ ആക്കി വെക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നത്. ഇനി എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ലെയറായിട്ട് വെച്ചിട്ടുണ്ട്.
കണ്ടോ, ഇങ്ങനെ ഞാനൊരു ലെയർ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ മുകളിൽ വീണ്ടും ബ്രൗണീൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ്ട് ഇവിടെ ഒരു ലെയറും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ ബാക്കിയുള്ള കുക്കീൻ്റെ ആ ഒരു ടോപ്പിങ്സ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ മുകളിൽ ഗാർണിഷിങ്ങിന് വയ്ക്കുന്നുണ്ട്. 350 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിലാണ് ഞാൻ ഇതുണ്ടാക്കിയത്. ഒരു 1 hour 45 minutes വെച്ചാൽ മതിയാവും. പക്ഷെ ലാസ്റ്റ് ഫുട്ടേജ് ഞാൻ എടുക്കാനായിട്ട് വിട്ടു. കാരണം ഇവിടെ കസിൻസൊക്കെ വന്നിട്ട് എല്ലാവരെയും ഭയങ്കര കൊതിയായിട്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.